പള്ളിയിലേക്ക് കടന്നു വന്നു. ബിലാല് തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. എല്ലാവരും പള്ളിയിലേക്ക് സഫ് കെട്ടി നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്നു. നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടിയിട്ട് തിരിയുമ്പോ എപ്പോഴും പ്രവാചകന്റെ ചാരത്തിരുന്ന് കരയുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. നബിയുടെ പുറകിലിരിക്കുന്ന അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അയിന അബൂബക്കർ, എന്റെ അബൂബക്കർ എവിടെ, എന്റെ അബൂബക്കർ എവിടെ? പള്ളിയിൽ വന്നിട്ടില്ല നബിയേ. സഹാബാ, എന്റെ അബൂബക്കറിന് എന്ത് പറ്റി? രോഗം പിടിച്ച് കിടക്കുകയാണോ? എന്തെങ്കിലും പ്രയാസത്തിലാണോ? നോക്ക് സഹാബാ, നബി എവിടെന്ന് പറയുമ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആണ് അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു പോയത്. പടച്ചവരെ, മുത്തുനബി വീടും പള്ളിയുടെ മുന്നിലിരിക്കുകയാണ്. മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് വരികയാ, കരഞ്ഞുകൊണ്ട് വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ അബൂബക്കറിന് എന്ത് പറ്റി? യാ റസൂലല്ലാഹ്, രോഗമൊന്നുമില്ല നബിയേ, രോഗമൊന്നുമില്ല നബിയേ. പിന്നെന്തേ അബൂബക്കർ പള്ളിയിൽ വരാത്തത്? യാ റസൂലല്ലാഹ്, പറഞ്ഞു വിട്ട പാവപ്പെട്ട മനസ്സിന് കൊടുക്കാനൊന്നുമില്ലാതെ, ഭക്ഷണമോ പൈസയോ വസ്ത്രമോ ഒന്നുമില്ലാതെ, ആ മനുഷ്യനെ വെറുങ്കയോടെ പറഞ്ഞു വിടാ മനസ്സില്ലാതെ ഇട്ടിരുന്ന വസ്ത്രമൂരി കൊടുത്തു നബിയേ, ധരിച്ചിരുന്ന വസ്ത്രമൂരി കൊടുത്തു നബിയേ. ധരിക്കാ വസ്ത്രമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. യാ റസൂലല്ലാഹ്, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. അബൂബക്കർ തങ്ങളുടെ വസ്ത്രമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിക്കുന്ന ആയിഷ, ആയിഷ, എന്തെങ്കിലും എടുത്തു കൊടുക്ക ആയിഷ, നിന്റെ വാപ്പയ്ക്ക് ആയിഷ. നബി എവിടെന്ന് വിളിച്ചു പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കയറി തിരയുകയാണ്. എന്തിനറിയോ? തന്റെ പ്രിയപ്പെട്ട വാപ്പായ്ക്ക് അവിടുത്തെ മറക്കാനൊരു വസ്ത്രമാ. വീട് മുഴുവനും തിരഞ്ഞു നോക്കി, വീട് മുഴുവനും തിരഞ്ഞു നോക്കി. അവസാനം അല്ലാഹുവേ പറഞ്ഞ ഒരു പഴയെങ്കി പോലെ എന്തോ കിട്ടി. പടച്ചവനെ എടുത്തവിടെന്ന് കൊടുക്കുകയാണ്. അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കൊണ്ടു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ആ കീറി പറഞ്ഞ പടയെങ്കിയും ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് വരികയാ. ആ രംഗം കണ്ടിട്ട് മലക്കുകൾ പോലെ കരഞ്ഞുപോയി. ആ ഒരു രംഗം കണ്ടിട്ട് മലക്കുകൾ കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. മണൽത്തരികൾ പോലും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ തങ്ങളെ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ അബൂബക്കറെ കരയുന്നത്? യാ റസൂലല്ലാഹ്, എന്റെ ഒരു ജമാഅത്ത് പോയല്ലോ നബിയേ, എന്റെ ഒരു വഖത്ത് നിസ്കാരം അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നിങ്ങളുടെ വീട് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല, ഈ സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് 99% നീ എടുത്തോ. ഒരൽപ്പം ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഒരു ചാക്ക് സിമന്റ് വാങ്ങുന്നതിന് വേണ്ടി അല്ലാഹുവേ ഒരു സെന്റ് വസ്തുവിന് 1 രൂപയെങ്കിലും നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ജാരിയായ സദഖയാ, അത് ജാരിയായ സദഖയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന സമ്പന്നന്മാരോട് അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം ചെയ്തവരാണ്. ചോദിച്ചാ കൊടുക്കാൻ മനസ്സുള്ളവരാണ്, ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാകുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പലതുള്ളി പെരുവെള്ളമാകാറ് നിങ്ങൾ